ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശീലങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് ഇതുപോലുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് ശേഷമുള്ളവർ, പുകവലി മദ്യപാന ശീലമുള്ളവർ, അതുപോലെ തന്നെ ഈ BP, ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരും ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്മിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ. പൊതുവെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തൊരു വേദനയായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ ആ ഭാഗത്ത് തോന്നുക എന്നുള്ളതാണ്. ഇത് കയ്യിലോട്ട്, അതുപോലെ കഴുത്തിലോട്ട്, ചിലപ്പോൾ പുറം ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഈ താടിയലിൻ്റെ ഭാഗത്തോട്ടോ ആ വേദന റേഡിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ പോലും അമിതമായിട്ട് നിങ്ങൾ വിയർക്കുക, പെട്ടെന്ന് ബാത്റൂം പോകാൻ തോന്നുക, ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിന് വരുന്ന ലക്ഷണങ്ങൾ. പക്ഷേ പലപ്പോഴും ചില കേസുകളിൽ ഈ നെഞ്ചിനുള്ള വേദന, സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും, ഈ നെഞ്ചുവേദന അനുഭവപ്പെടാറില്ല. പെട്ടെന്നൊരു വിയർക്കുന്ന പോലെ തോന്നുന്നു, പെട്ടെന്ന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊരു 35-40 വയസ്സിന് ശേഷം പുകവലി ശീലമുള്ളവരാണ് ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ECGയിലും മറ്റു വേരിയേഷൻസ് ഇല്ലയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും ഒരു കോംപ്ലിക്കേഷനായി വരുന്നത് ഇത് ഗ്യാസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് പലരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദന, അതുപോലെ ഗ്യാസിൻ്റെ നെഞ്ചുവേദന നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണെന്നുണ്ടെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കൈകളിലോട്ടോ അല്ലെങ്കിൽ ഈ താടിയലിൻ്റെ ഭാഗത്തോട്ടോ കഴുത്തിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്ത് ആ വേദന പോവാറുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തോന്നാം. പക്ഷേ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദന കൂടുതലായിട്ട് തോന്നും, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും തോന്നും. അപ്പം അത്തരം കേസിൽ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തേണ്ടതുണ്ട്. എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ECGയിലോ മറ്റെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കലും നിർബന്ധമാണ്. എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 ജീവിതശൈലി രോഗങ്ങളുള്ളവരിൽ റിസ്ക് കൂടുതലാണ്. അതായത് ഷുഗർ, BP, കൊളസ്ട്രോൾ, ഇവ 3 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ റിസ്ക് വളരെയധികം കൂടുതലാണ്. ഈ BP, അതുപോലെ ഷുഗർ, പുകവലി ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ രക്തധമനികളെ ഡാമേജ് ചെയ്യാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബ്ലഡ് പമ്പിങ് നടക്കാതെ നിങ്ങൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടും അതുപോലെ ഹാർട്ട് അറ്റാക്കിന് കാരണമാവുന്നുണ്ട്. ഇനി കൊളസ്ട്രോൾ ഉള്ളവരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇത്ര ശതമാനം ബ്ലോക്ക്, ചിലപ്പോൾ ഒരു 90% ബ്ലോക്ക് ഉണ്ടായിട്ട് പോലും സിംറ്റംസ് ഇല്ലാത്തവരുണ്ടാവാം. അവരിലൊരു കൊളാട്രൽ സർക്കുലേഷന് ഉണ്ടാക്കുക. ഇത് ഈ കൊളസ്ട്രോൾ ഉള്ളവരിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാറില്ല, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് അവഗണിക്കാറാണ്. ഇപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ ഒരു കിതപ്പ് തോന്നുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കി കളയാം, അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പോൾ ഇത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമ്മളെ രക്തധമനികളിൽ അടിഞ്ഞു കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരും. അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഈ ബ്ലോക്കിൻ്റെ ശതമാനം കൂടി നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെസ്സ്, അതുപോലെ ഉറക്കമില്ലായ്മ കാരണം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇനി ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ അവരുടെ ജീവിതശൈലിയിലും ഭക്ഷണത്തിലും എന്തെല്ലാം വ്യത്യാസങ്ങൾ കൊണ്ടുവരാം, അങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് എത്രത്തോളം കുറക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങൾ കൂടുതലായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉറക്കം, ഈ BP ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ല രീതിയിലുള്ള ഉറക്കം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുകവലി, മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിലും അതുപോലെ എക്സസൈസിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് കൺട്രോൾഡ് ആക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ
ഈ കൊളസ്ട്രോൾ ഉള്ള ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണയുടെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഇത് ഒരു പരിധി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ LDL കൊളസ്ട്രോളിന് വിവിധ ഘടകങ്ങളുണ്ട്. അതിൽ ചീത്ത കൊളസ്ട്രോൾ കൂടാൻ ഈ വെളിച്ചെണ്ണയുടെ അമിത ഉപയോഗം കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ് മറ്റതും ഒരുപാട് പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ ബേക്കറിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്നാക്സ് വാങ്ങുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അവർ അതേ എണ്ണയിൽ തന്നെ പൊരിക്കുമ്പോൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ്. ഇത് ചീത്ത കൊളസ്ട്രോൾ കൂട്ടാനും ഇതുപോലെ ബ്ലോക്കിനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഏത് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിനൊരു ലിമിറ്റഡ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുന്നതാണ് നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ചില ഭക്ഷണങ്ങൾ കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഈ പച്ചക്കറികളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫൈബർ ഇത് കൊളസ്ട്രോൾ കുറക്കാനും BP കുറക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇലക്കറികൾ ഇത് കൊളസ്ട്രോൾ ഒരു കൃത്യമായിട്ടുള്ള അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ BP കുറക്കാനും ഒരു നോർമൽ ആയിട്ടുള്ള ലെവലിൽ കൊണ്ടുപോകാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നേന്ത്രപ്പഴം, ബനാന കൂടുതലായിട്ട് അതിലൊക്കെ നല്ല രീതിയിൽ പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തവിടുള്ള അരി, ഓട്സ് ഇതൊക്കെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ, അയില, മത്തി പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോളിൻ്റെ ഒരു ഘടകമാണ് ട്രൈഗ്ലിസറൈഡ്. ഇത് കുറക്കാനായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സഹായിക്കും. അതോടൊപ്പം തന്നെ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള നട്ട്സ് കഴിക്കുമ്പോൾ ഒരു പിടി നട്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് വാൾനട്ടോ ബദാമോ ഒക്കെ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ബട്ടർ ഫ്രൂട്ടൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി നിങ്ങൾ കൊളസ്ട്രോൾ കൃത്യമായിട്ട് ഒരു നോർമൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും രക്തധമനികളിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാവുന്നത് കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഗാർലിക്, അതായത് ഈ വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചില ഭക്ഷണങ്ങൾ നമ്മളെ ഹാർട്ട് ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞ ഈ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളും, കൃത്യമായിട്ടുള്ള ഉറക്കം, അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു പാരമ്പര്യമായിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളൊരു 35-40 വയസ്സിന് മുകളിലുള്ള സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി അസുഖങ്ങൾ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്മിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക്, പെരിന്തൽമണ്ണ.